ഹായ് എവരിവൺ, ഏവർക്കും ക്രാഫ്റ്റഡ് മല്ലുവിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തീയതി 7 ജനുവരി 2025. ഇന്ന് പുട്ട് സൈഡിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഈ എൻട്രിക്ക് പിന്നെ റീസൺ കഴിഞ്ഞ എന്റെ വീഡിയോയിൽ ലിക്വിഡിറ്റി ഏരിയനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ വെച്ചുള്ള ഒരു എൻട്രി ആയിരുന്നു ഇന്ന്. ഓക്കെ, അപ്പൊ ആ ഈ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കാണുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. ബിക്കോസ് ഇന്നത്തെ ഈ വീഡിയോയിൽ എന്റെ പൊസിഷൻ ഞാൻ കാണിച്ചു തരാം. 51,000 പി 51,000 പി പുട്ട്. ഓക്കെ, നിയർലി 5,000 പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിയർലി 10K പ്രോഫിറ്റിൽ നിന്ന്. ഓക്കെ, 10K പ്രോഫിറ്റ് ഇന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ വലിയൊരു മൂവിന്റെ ഇതിലെ എനിക്ക് ഇന്ന് അതിന്റെ ഹാഫ്, ഓക്കെ, 5K ഞാൻ ഇന്ന് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, 10K വരെ എന്റെ പ്രോഫിറ്റ് പോവുകയും ഞാൻ 5K ഞാൻ ഇന്ന് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. എൻട്രിയുടെ പിന്നെ റീസൺ എങ്ങനെയാണ് ഞാൻ ലിക്വിഡിറ്റിനെ ഐഡന്റിഫൈ ചെയ്ത് സ്റ്റോപ്പ് ലോസസ് ഹണ്ടിങ്ങിനെ ഞാൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പോലെ എങ്ങനെ എൻട്രി എടുക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, നമുക്ക് ശ്രമിക്കുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കാം. ഇത് ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിന്റെ ഫ്യൂച്ചർ ചാർട്ട് 3 മിനിറ്റ് ടൈം ഫ്രെയിം ആണ് യൂസ് ചെയ്യുന്നത്. മാർക്കറ്റ് ഇപ്പോഴും അവസാനിച്ചില്ല. ഇപ്പൊ മാർക്കറ്റ് അവസാനിക്കാതെ 328 ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ റീസൺ എക്സാക്ട്ലി ടോപ്പിൽ നിന്നും ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഷോർട്ട് ചെയ്തു. ഒരു നല്ലൊരു മൂവി ക്യാച്ച് ചെയ്യാൻ ശ്രമിച്ചു. അതിനുശേഷം ഞാനൊരു ചെറിയൊരു 50 ഓക്കെ, ഞാൻ എൻ്റെ എക്സാക്ട് പ്രോഫിറ്റ് ക്യാച്ച് ചെയ്തു. അതിന്റെ 50% ഞാൻ എക്സിറ്റ് ചെയ്തു. നല്ലൊരു മൂവ് ഞാൻ പ്രതീക്ഷിക്കുന്ന താഴത്തോട്ട്. അതായത് പ്യുവർ ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻട്രി ആണ്. ഓക്കെ, നമ്മൾ ഒന്ന് ബ്രീഫ് ചെയ്യാൻ ചെയ്തുതരാം. ലാസ്റ്റ് ഡേയിൽ നല്ല സഡൻ ഫോൾ ആണ്. നിയർലി ഒരു 1% എക്സാക്റ്റ് റെസിസ്റ്റൻസിൽ ഫേസ് ചെയ്യുന്നു. ഓക്കെ, റെസിസ്റ്റൻസിൽ ഫേസ് ചെയ്യുന്നു, റീടെസ്റ്റ് ചെയ്യുന്നു. ഒരു വൺ സൈഡ് മൂവ് ആയിരുന്നു. സോ ഇന്ന് ലാസ്റ്റ് ഡേയിൽ ഞാൻ എൻട്രി എടുത്തില്ല. ഈ ഒരു ഏരിയയിൽ ഞാൻ എൻട്രി എടുക്കാൻ നിന്നില്ല. പോട്ടെ, ഒരു വൺ സൈഡ് മൂവ് ആവുന്ന സമയങ്ങളിൽ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ ആയുള്ള സെറ്റപ്പ് ഒന്നും വന്നില്ല. ഞാൻ അന്നത്തെ ദിവസം എൻട്രി എടുക്കാറില്ല. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു ഓപ്ഷൻ ബയർ ഒരിക്കലും ഡെയിലി എൻട്രി എടുക്കാൻ പോകരുത്. ഓക്കെ, ഒരിക്കലും ഡെയിലി എൻട്രി എടുക്കാൻ പോകുന്നത് ഇതൊരു പ്രോബോളിറ്റിയുടെ ഗെയിമാണ്. നമ്മൾ ജയിക്കാനുള്ള പ്രോബോളിറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ള സമയത്ത് മാത്രമേ നമുക്ക് ഇതിനകത്ത് വരാൻ പറ്റാവുള്ളൂ. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഹോപ്പിൽ ഇരിക്കാൻ പാടില്ല. ഓക്കെ, ഇരിക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്താണ്? ഹോപ്പ്. നമ്മൾ ഒരിക്കലും ഹോപ്പിൽ ഇരിക്കാൻ പാടില്ല. അതിന്റെ പിന്നെ റീസൺ, ഓപ്ഷൻ ബൈങ് എന്ന് പറയുന്ന സാധനം നമ്മൾ എൻട്രി എടുക്കുമ്പോഴേ അത് ജയിക്കാനുള്ള സാധ്യത 20% പോലും ഇല്ല. ഒരു 30% തികച്ചില്ല. ഓക്കെ, 20 to 30% ജയിക്കാനുള്ള സാധ്യത. അതായത് എടുക്കുന്ന 10ൽ 8 ട്രേഡും തോക്കാനാണ് സാധ്യത. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഡെയിലി എൻട്രി എടുക്കുന്നത് തെറ്റാണ്. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് വീഡിയോ ഞാൻ എന്താണ് പറഞ്ഞത്, ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട എന്താണ്? ഒരു റേഞ്ച് ആണ്. ഓക്കെ, ആ റേഞ്ച് മാർക്കറ്റ് എപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു, ഓക്കെ, ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ അവിടെ വോളിയം നോക്കുക. ബ്രേക്ക് ഔട്ട് എങ്ങനെ ചെയ്തു, ആ ബ്രേക്ക് ഔട്ട് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്താണ് ചെയ്യുക, അതിനനുസരിച്ച് നമുക്ക് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ആ വീഡിയോ കാണാത്തവർക്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. വീഡിയോ മസ്റ്റ് ആയിട്ട് കാണുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട എന്താണ്? റേഞ്ച് ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് റേഞ്ച് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത് ഈ ഒരു ഏരിയയിൽ നിന്ന്, ലാസ്റ്റ് ഡേയിലെ ഈ ഒരു ഏരിയയിൽ നിന്നും ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ക്ലിയർ ആയിട്ട് ഒരു റേഞ്ച് ആയിരുന്നു. ഓക്കെ, ഞാൻ ഇതിനെ ഒന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, എങ്ങനെയായിരുന്നു? മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് സെല് ചെയ്തു, ഈ ഏരിയയിൽ വരുന്നു, മാർക്കറ്റ് തിരിച്ച് അതേ ഏരിയയിൽ എത്തുന്നു, ക്ലിയർ സെല്ലിങ് വരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് വളരെ അധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യം കൂടി ഞാൻ ഇന്ന് പറയുകയാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ സപ്പോർട്ട്, ഈ റെസിസ്റ്റൻസ്, ഈ സപ്പോർട്ട്സ് ഒന്നും ഞാൻ വരച്ചതല്ല. ഞാനൊരു യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. ആ ഇൻഡിക്കേറ്റർ മെമ്പേഴ്സിനായിട്ട് ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മൂവ് എക്സാക്ട് റെസിസ്റ്റൻസിൽ നിന്ന്, ആ സമയത്ത് റെസിസ്റ്റൻസ് ആയിരുന്നു, ഇവിടെ ക്ലിയർ ഇത് റെസിസ്റ്റൻസ് ആയിരുന്നു. ആ റെസിസ്റ്റൻസിൽ നിന്ന് മാർക്കറ്റ് സെല്ല് ചെയ്തു. നിയർലി 250 പോയിന്റ് മൂവ് കിട്ടി. തിരിച്ച് എക്സാക്ട് അതേ ഒരേ സപ്പോർട്ട് സോണിൽ എത്തിയതും തിരിച്ച് 250 300ഓളം പോയിന്റ് മൂവ് തന്നു. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ഈ ഇൻഡിക്കേറ്റർ നിങ്ങൾ യൂസ് ചെയ്യുക. ഇൻഡിക്കേറ്റർ കിട്ടാനായിട്ട് മെമ്പർഷിപ്പ് ജോയിൻ ചെയ്ത് ഈ ഇൻഡിക്കേറ്ററിനെ പറ്റിയുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ മാർക്കറ്റ് ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് റേഞ്ച് ആണ്. അപ്പൊ മാർക്കറ്റ് ആ റേഞ്ചിന് ഞാൻ ഒരല്പം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. വലതുവശത്തോട്ട് കണ്ടോ, ഈ ഒരു ഏരിയയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഈ ഏരിയ നിന്ന് ഫസ്റ്റ് മാർക്കറ്റ് തിരിച്ചു വരുന്നു. അതായത് ഈ ഒരു റേഞ്ചിനകത്തായിരുന്നു മാർക്കറ്റ്. ഈ ഒരു റേഞ്ച്, ഓക്കെ, മാർക്കറ്റ് മുകളിലോട്ട് തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നു. എന്ത് സംഭവിക്കുന്നു? മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു, ബട്ട് വോളിയം തീർത്തും കുറഞ്ഞു വരുന്നു. അപ്പൊ ഈ വോളിയം നിങ്ങൾ ശ്രദ്ധിക്കുക. മാർക്കറ്റ് മുകളിലോട്ട് പുഷ് ചെയ്യുന്നുണ്ട്, ബട്ട് വോളിയം തീർത്തും കുറഞ്ഞു വരികയാണ്. അപ്പൊ ഇവിടെ എനിക്കൊരു കോൺഫിഡൻസ് ആയി മാർക്കറ്റ് താഴത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്യുന്നു. ഈ ഏരിയയിൽ നിന്ന് ഫസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഈ ഏരിയയിൽ ഞാൻ ഷോർട്ട് ചെയ്തു. ഈ ഒരു ഏരിയയിൽ ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ഏരിയയിൽ നിന്ന് ഷോർട്ട് ചെയ്തു. ഇവിടെ ഷോർട്ട് ചെയ്തപ്പോൾ ഞാൻ രണ്ടാമത് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും ഹോപ്പിലിരിക്കാൻ പാടില്ല. ഓക്കെ,
സെല്ലിംഗ് ഓൾവേസ് ഫാസ്റ്റ്. സെല്ലിംഗ് ഓൾവേസ് എന്തായിരിക്കണം? ഫാസ്റ്റ് ആയിരിക്കണം. മാർക്കറ്റിന്റെ ഫേവറിൽ വന്നു, കുറച്ചു നേരം ടൈം പാസ് ചെയ്തു, റിട്ടേൺ ഇട്ടു. ഇത്രയും എന്റെ ഫേവറിൽ വന്നപ്പോഴേ ഞാൻ എന്ത് ചെയ്തു? കോസ്റ്റിലിട്ടു. ഓക്കെ, ഞാൻ എന്റെ എൻട്രിയെ കോസ്റ്റിലിട്ടു. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഈ ഏരിയയിൽ എന്റെ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തു. അതിനുശേഷം വെയിറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം വെയിറ്റ് ചെയ്തു. റിയൽ എൻട്രി. ഓക്കെ, റിയൽ എൻട്രി എനിക്ക് ഇവിടുന്നാണ് ക്ലിയർ ആയിട്ട് കിട്ടിയത്. ഈ റിയൽ എൻട്രിയെ എനിക്ക് ഇവിടുന്നാണ് ക്ലിയർ ആയിട്ട് കിട്ടിയത്. ഓക്കെ, മാർക്കറ്റ് തിരിച്ചു വരുന്നു. ഈ ഏരിയയിലെ പെർഫോമൻസ് കണ്ടു. ഓക്കെ, ഈ ഏരിയയിലെ പെർഫോമൻസ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതിനി മുകളിലോട്ട് പോകാനുള്ള പ്ലാൻ ഇല്ല. ഇതിങ്ങനെ മുകളിലോട്ട് പോകുന്നത് പോലെ കാണിച്ചിട്ട് താഴത്ത് വരാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ്? അതിന് പിന്നെ റീസൺ. ഓക്കെ, ഈ ഒരു കാര്യം. ഓക്കെ, ഇത് എന്റെ മെമ്പേഴ്സിന് മാത്രം ഞാൻ എന്തുകൊണ്ട് ഈ ഏരിയയിൽ നിന്ന് എനിക്ക് എങ്ങനെ കാര്യം പിടികിട്ടി ഇത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഇല്ല, മുകളിലോട്ട് പോയി എന്താണ് അതിനുള്ള റീസൺ? ഞാൻ മെമ്പേഴ്സിനായിട്ട് ഇന്ന് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് കാണാനായിട്ട് എന്റെ യൂട്യൂബ് പ്രോഗ്രാമിലെ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. 159. ഓക്കെ, 159ന്റെ 199ന്റെയും 2 മെമ്പർഷിപ്പ് പ്രോഗ്രാമാണ്. ഓക്കെ, അതിനകത്ത് ജോയിൻ ചെയ്തുകൊണ്ട് ഈ സീക്രട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. എന്തുകൊണ്ട് ഈ ഏരിയയിൽ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ മനസ്സിലായി ഇത് മാർക്കറ്റ് മുകളിലോട്ട് പോയി താഴത്ത് വരാനുള്ള സാധ്യതയുണ്ടെന്ന്. അത് മെമ്പേഴ്സിന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഞാൻ ഈ ഏരിയയിൽ എൻട്രി എടുത്ത് നല്ല ഫേവറിൽ കറക്റ്റ് നല്ല മൂവ് ആണ് വന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ട ഏരിയ ലിക്വിഡിറ്റി ഏതൊക്കെയാണ്? ഫസ്റ്റ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ലാസ്റ്റ് സ്വിങ് ഏതാണ്? ഈ ഒരു ഏരിയ. മാർക്കറ്റ് ഇവിടുന്ന് മൂവ് ചെയ്തു, ഇവിടുന്ന് മൂവ് ചെയ്തു. അപ്പൊ ഇത് ക്ലിയർലി ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. സോ ഈ ഒരു ഏരിയ ലിക്വിഡിറ്റി ആണ്. മാർക്കറ്റ് അവിടെ എത്തും, തിരിച്ചെത്തും. അപ്പൊ ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റിയെ ഹണ്ട് ചെയ്യാൻ മാർക്കറ്റ് മൂവ് ആകാൻ വളരെയധികം സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഏരിയയിൽ എവിടെയൊക്കെ ലിക്വിഡിറ്റി ഹണ്ടായിട്ടുണ്ട്? ഈ ഏരിയയിൽ ഹണ്ടായിട്ടുണ്ട്. ഇനി ഈ ഏരിയയിലാണ് ഹണ്ടാകാനുള്ളത്. ഈ ഏരിയയിൽ ലിക്വിഡിറ്റി ഉണ്ട്, ഈ ഏരിയയിൽ ലിക്വിഡിറ്റി ഉണ്ട്, ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി ഉണ്ട്. അപ്പം അതിനനുസരിച്ച് ഞാൻ എൻട്രി എടുത്തു. ഈ ഏരിയയിൽ എൻട്രി എടുത്തു. നല്ല ഫേവറിൽ വന്നു. ഞാൻ നല്ലൊരു മൂവിന് വേണ്ടി പ്രതീക്ഷ താഴ്ത്തു വരാൻ 50,100 അല്ലെ 50,000 ഒക്കെ ടച്ച് ചെയ്യുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ബട്ട് വന്നില്ല. ഇനഫ് എന്തും ആയിക്കോട്ടെ. ചെറിയൊരു പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്. ഓക്കെ, നീലി 5K 60 ക്വാണ്ടിറ്റി. നിങ്ങൾ ക്വാണ്ടിറ്റി ആണ് ഇവിടെ നോക്കേണ്ടത്. 60 ക്വാണ്ടിറ്റി. ഓക്കെ, നോക്കുക, 60 ക്വാണ്ടിറ്റിയാണ് ഞാനിവിടെ ബൈ ചെയ്തത്, ഞാനിവിടെ സെല്ല് ചെയ്തത്. ഓക്കെ, മനസ്സിലാക്കുക. 60 ക്വാണ്ടിറ്റി വെച്ച് എനിക്ക് നിയർലി 120 പോയിന്റിന്റെ പ്രീമിയം, 120 പോയിന്റിന്റെ പ്രീമിയം അടുത്ത് എനിക്ക് 1:2 അച്ചീവ് ചെയ്യാൻ പറ്റി. ബട്ട് നല്ലൊരു മൂവ് പ്രതീക്ഷിച്ചതിന് ശേഷം ഞാൻ എൻ്റെ 50% പ്രോഫിറ്റ് ഞാൻ ക്യാച്ച് ചെയ്യുകയാണ് ചെയ്തത്. ഒരിക്കലും ഡെയിലി ഓപ്ഷൻ ബൈ ചെയ്യാൻ പോകരുത്. ഡെയിലി ഓപ്ഷൻ ബൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തോക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പോൾ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു കരിയർ ആയിട്ട് തന്നെ ഇതിനെ കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രാപ്പ് ട്രേഡർ മല്ലുവിന്റെ, ഓക്കെ, ട്രാപ്പ് ട്രേഡർ മല്ലു, ഓക്കെ, യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുക ട്രാപ്പ് ട്രേഡർ മല്ലു എന്ന്. ഇത് എൻ്റെ ഈ ചാനലിൽ ഞാൻ ഒരു കോഴ്സോ കാര്യങ്ങളൊന്നും വിൽക്കുന്നില്ല. എൻ്റെ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ 159നും 199നും ഇതിനകത്ത് ഞാൻ എടുക്കുന്ന എൻട്രികളുടെ റീസൺസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലോജിക്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡ് ചെയ്യുന്ന രീതി, ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സൈക്കോളജി, പിന്നെ എൻ്റെ ട്രേഡിംഗ് രീതികളെല്ലാം ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 2 മെമ്പർഷിപ്പ് പ്രോഗ്രാമിനുള്ളത്. മെമ്പർഷിപ്പിന് ജോയിൻ ആയിട്ട് ഇതിനകത്ത് നിങ്ങൾ യൂട്യൂബിൽ ട്രാപ്പ് ട്രേഡർ മല്ലു എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബർ ബട്ടന് തൊട്ട്, എൻ്റെ ചാനൽ ഇതാണ്, സബ്സ്ക്രൈബർ ബട്ടൺ തൊട്ട് താഴെ ജോയിൻ ബട്ടൺ ഉണ്ട്. ഈ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 159ന്റെ 199ന്റെ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിനകത്ത് നിങ്ങൾ ജോയിൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വഴിയോ അല്ലെങ്കിൽ UPI ഓപ്ഷനോ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണിക്കുക. അതുവഴി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഇതൊരു മന്ത്ലി പ്രോഗ്രാമാണ്. ഓക്കെ, ഇതിനകത്ത് നോക്കുക, ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡ് വഴി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് വിദേശത്ത് ചെയ്യുന്ന നിരവധി ഒരു ക്യൂരി എനിക്ക് വരുന്നുണ്ട്. വിദേശത്ത് നിന്നും ഇത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടാൻ ബൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ അവിടുത്തെ VP ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ അവിടെ ഇന്റർനെറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താണ് ചെയ്യേണ്ടത് VPN മാറ്റി നോക്കുകയാണെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. പിന്നെ മൊബൈൽ വഴി നിങ്ങൾക്ക് വേറൊരു ക്വയറിയാണ്. മൊബൈൽ വഴി നിങ്ങൾ ഈ ജോയിൻ ബട്ടൺ നോക്കുകയാണെങ്കിൽ ജോയിൻ ബട്ടൺ കിട്ടുകയില്ല. നിങ്ങൾ മൊബൈലിന്റെ ബ്രൗസർ വഴി അല്ലെ ബ്രൗസർ ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ട്രാപ്പ് ട്രേഡർ മല്ലു എന്നുള്ള ചാനൽ സെർച്ച് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻട്രി ആണ്. അപ്പം ഞാൻ നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ മെമ്പേഴ്സിനായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനകത്തെ ഹിഡൻ സീക്രട്സ് അപ്പം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ഇത് മുകളിലോട്ട് പോകില്ല താഴത്തോട്ട് വരും എന്നിങ്ങനെ മനസ്സിലാക്കിയെടുക്കാം, അതെല്ലാം ഞാൻ മെമ്പേഴ്സിനായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് വളരെ നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എൻ്റെ ചാനലിനെ, നമ്മുടെ ചാനലിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.